17 നൂറ്റാണ്ടോളം വിസ്മൃതിയിൽ ആണ്ടുകിടന്നിരുന്ന ഒരു ജീവിതം. പേരും നാടും ചരിത്രവുമില്ലാത്ത ഒരാളുടെ കല്ലറയിലെ ഭൗതിക അവശിഷ്ടങ്ങൾ വഴി സ്വർഗം ലോകത്തോട് സംസാരിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപാടുകളും വഴി ഫിലോമിന എന്ന വിശുദ്ധയുടെ മഹത്വം ദൈവം വെളിപ്പെടുത്തി. 13-ാമത്തെ വയസ്സിൽ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിണിയായി തീർന്ന വിശുദ്ധ ഫിലോമിന മരിയ ഭക്തരുടെ സംരക്ഷകയും യുവജനങ്ങളുടെ മധ്യസ്ഥയും അസാധ്യകാര്യങ്ങൾ സാധ്യമാക്കുന്നവളും ആണ്. 3 വ്യക്തികളിലൂടെയായിരുന്നു വിശുദ്ധ ഫിലോമിനയുടെ ജീവചരിത്ര സംബന്ധമായ വെളിപാടുകൾ നമുക്ക് ലഭിച്ചത്. നേപ്പിൾസിലെ സിസ്റ്റർ മരിയ ലൂയിസയ്ക്ക് ലഭിച്ച 3-ാമത്തേതും ഏറ്റവും വിശദവുമായ ആ വെളിപാടിന്റെ ചുരുക്കം ഇപ്രകാരമായിരുന്നു. പണ്ട് ഗ്രീസിൽ കലിസ്റ്റോസ് എന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. രാജാവും രാജ്ഞിയും ക്രിസ്തുമതം സ്വീകരിച്ചാൽ കുഞ്ഞിനെ ലഭിക്കുമെന്ന് ക്രിസ്ത്യാനിയായ കൊട്ടാരം വൈദ്യൻ രാജാവിനെ അറിയിച്ചു. അവർ അപ്രകാരം ചെയ്തതിനെ തുടർന്ന് ദൈവം അവർക്ക് ഒരു പെൺ പൈതലിനെ നൽകി. ഫിലോമിന, പ്രകാശത്തിന്റെ പുത്രി എന്നായിരുന്നു ആ പേരിനർത്ഥം. ദിവ്യകാരുണ്യം വഴി യേശുവുമായുള്ള ആത്മീയ ഐക്യത്താൽ താൻ എന്നും നിത്യകനികയായി ജീവിച്ചു കൊള്ളാമെന്ന് അവൾ ദൃഢപ്രതിജ്ഞയെടുത്തു. ഒരിക്കൽ രാജാവ് ഭാര്യയോടും പുത്രിയോടും കൂടെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയെ സന്ദർശിക്കാനിടയായി. നീചഹൃദയനായ ചക്രവർത്തി ഫിലോമിനയെ കണ്ടയുടൻ അവളിൽ അനുരക്തനായി പുത്രിയെ വിവാഹം കഴിച്ചു നൽകുക എന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു. ചക്രവർത്തിയുടെ അഭിലാഷം സഫലമാക്കണമെന്ന് രാജാവ് പുത്രിയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ തന്റെ പ്രതിജ്ഞ അലംഘനീയമാണെന്നാണ് ഫിലോമിന പിതാവിനെ അറിയിച്ചത്. മധുരവാക്കുകളും വാഗ്ദാനങ്ങളും വിപുലമായപ്പോൾ ഡയോക്ലീഷ്യൻ ചക്രവർത്തി ക്രൂരവും പ്രാകൃതവുമായ നിരവധി ദണ്ഡനമുറകൾ അഴിച്ചുവിട്ടു. അവളെ അവർ കാരാഗ്രഹത്തിലടച്ചു. പരിശുദ്ധ അമ്മ കാരാഗ്രഹത്തിൽ അവൾക്ക് പ്രത്യക്ഷപ്പെടുകയും അവളെ ശക്തിപ്പെടുത്തുകയും അവൾക്കുണ്ടാകാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ച് അവൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അവർ ആദ്യം അവളെ നഗ്നയാക്കി ചമ്മട്ടി കൊണ്ടടിച്ചു. മാലാഖമാർ അവളുടെ മേൽ സ്വർഗീയ തൈലമൊഴിച്ചു. അവൾ സുഖപ്പെട്ടു. രണ്ടാമതായി കഴുത്തിൽ നങ്കൂരം കെട്ടി അവളെ നദിയിലേക്ക് ഇറക്കി. എന്നാൽ 2 മാലാഖമാർ അവളെ അതിൽ നിന്നും രക്ഷിച്ചു. പിന്നീട് കൂർത്ത അമ്പുകൾ തീയിൽ വെച്ച് പഴുപ്പിച്ച് അവളുടെ ഹൃദയത്തിന് നേരെ എറിയാൻ ചക്രവർത്തി കൽപ്പന കൊടുത്തു. എന്നാൽ ആ അമ്പുകൾ പാതി വഴി സഞ്ചരിച്ചതിന് ശേഷം മടങ്ങിച്ചെന്ന് ചെയ്തവരുടെ ജീവൻ അപഹരിച്ചു. അങ്ങനെ 6 പട്ടാളക്കാർ അവിടെ മരിച്ചു വീണു. കണ്ടുനിന്നവരിൽ പലരും വിജാതീയ മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനികളായി. അവസാനം ഓഗസ്റ്റ് 10 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് എല്ലാ പീഡനങ്ങളും വിശ്വാസത്താൽ അതിജീവിച്ച ഫിലോമിനയെ അവർ ശിരച്ഛേദം ചെയ്തു. AD 291 ജനുവരി 10 താൻ ജനിച്ചതെന്നും AD 304 ഓഗസ്റ്റ് 10 താൻ മരിച്ചതെന്നും ഫിലോമിന വെളിപ്പെടുത്തി. സിസ്റ്റർ മരിയ ലൂയിസയ്ക്ക് ലഭിച്ച വെളിപാടുകളിൽ കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായി ഒന്നുമില്ലെന്ന് റോമിലെ വിശ്വാസ തിരുസംഘം 1833 ഡിസംബർ 21 അംഗീകരിച്ചു. 1837 ജനുവരി 30 ഫിലോമിന എന്ന 13-കാരി പെൺകുട്ടി സഭയിലെ വിശുദ്ധരുടെ ഇടയിൽ തന്റെ സ്ഥാനം സ്വന്തമാക്കിയത്. അതേ വർഷം ഏഷ്യയിൽ ആദ്യമായി വിശുദ്ധയുടെ നാമധേയത്തിൽ ഒരു ദേവാലയം നമ്മുടെ കൊച്ചു കേരളത്തിലെ കൂനമാവിൽ സ്ഥാപിതമായി. പിന്നീട് മൈസൂരിലും വിശുദ്ധ ഫിലോമിനയുടെ മനോഹര ദേവാലയം ഉയർന്നു. ഇന്നും ശാസ്ത്രത്തിന് ചോദ്യചിഹ്നവും തിരുസഭയ്ക്ക് അഭിമാനവുമായി വിശുദ്ധ ഫിലോമിന ഉയർന്നു നിൽക്കുന്നു. നമുക്കും ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ಸಂತ ಫಿಲೋಮಿನ ನಮ್ಮಯ ಪಾಲಕಿ ಜೀವಿಪ ಜಪಸರವೇ ಮಾತೆಯ ಮಮತೆಯ ಉತ್ತಮ ಪೋಷಕಿ ನಮಗಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. ಶಿಶುಗಳ ಮಕ್ಕಳ ಆಶ್ರಯವೇ ಯುವಜನ ಜ್ಞಾನದ ಸಂಪನ್ನವೇ ಸಹನೆಯ ಶಾಂತಿಯ ಸಂಧಾನವೇ.